ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടം അത്ര സംശയത്തിന് ഇടം വരുത്തുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറാൻ പോലും ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും അങ്ങനെ സംശയിക്കുന്നവർക്ക് ന്യായമായും സംശയിക്കുവാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതിൽ ഒന്ന് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ സൈനിക നിലപാട് തന്നെയാണ്. ഫലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇറാൻ്റെ തന്ത്രപ്രധാന തീരുമാനങ്ങൾക്ക് പിന്നിൽ ഇതേ ഇബ്രാഹിം റൈസി തന്നെയാണ്. മറ്റൊരു കാര്യം ഇറാൻ്റെ പ്രകൃതിപരമായ വെല്ലുവിളിയാണ്. പലതരത്തിലുള്ള പർവ്വതങ്ങളും തണുത്ത കാറ്റുകളും മൂടൽമഞ്ഞുകളും ഘോരവനങ്ങളും ഒക്കെയുള്ള മേഖലയിലാണ് ഇറാൻ പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ തകർന്നു വീണത്. സാധാരണഗതിയിൽ രാത്രി യാത്രകളിൽ ഹെലികോപ്റ്ററുകൾക്ക് ഇത്തരം കാലാവസ്ഥ വെല്ലുവിളിയാവാറുണ്ട്. ഇത്തരത്തിലുള്ള മേഖലയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും ആധുനികമായ സംവിധാനമുള്ള ഹെലികോപ്റ്ററുകളാണ് പല രാഷ്ട്ര തലവന്മാരും ഉപയോഗിക്കാറുള്ളതും ഉപയോഗിക്കേണ്ടതും. ഇവിടെ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തന്നെയാണ് ഒന്നാമത്തെ ഒരു വെല്ലുവിളി. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അമേരിക്കൻ മോഡൽ ഹെലികോപ്റ്ററാണ്, അതും 1971 കാലഘട്ടത്തിലെ മോഡൽ. ഇറാൻ ഇപ്പോൾ അന്താരാഷ്ട്ര ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവർക്ക് സൈനികമായും സാങ്കേതികമായുമുള്ള പുരോഗതികൾക്ക് ഈ ഉപരോധം കടുത്ത വെല്ലുവിളി തന്നെയാണ്. നേരത്തെ പലതവണ പല സാഹചര്യങ്ങളിൽ തകർന്നു വീണ ഈ പഴയ മോഡൽ ബെൽ 212 എന്ന ഇനത്തിലുള്ള ഹെലികോപ്റ്ററാണ് ഇറാൻ പ്രസിഡന്റ് യാത്രക്കായി ഉപയോഗിച്ചത്. പരമാവധി 15 പേർക്ക് യാത്ര ചെയ്യാം. അപകടം നടക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റിനും വിദേശകാര്യമന്ത്രിക്കും ഗവർണർക്കുമൊപ്പം 8 പേർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഈ മോഡലിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ സുബാരു ബെൽ 412 ഇപ്പോൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പരിമിതിയിൽ നിന്ന് ഇപ്പോഴും 212 മോഡൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പല രാജ്യങ്ങളിലും ഈ 412 മോഡൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു. മെഡിക്കൽ ഗതാഗതം, സൈനിക ഗതാഗതം, ഊർജ്ജ വ്യവസായം, അഗ്നിശമന സേനാ പ്രവർത്തനങ്ങൾ എന്നിവക്കൊക്കെയാണ് സുബാരു ബെൽ എന്ന ഈ പുതിയ 412 മോഡൽ ഉപയോഗിച്ചു വരുന്നത്. ഇത് ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴാണ് ഇറാൻ്റെ ഒരു പരമാധികാര സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റ് തന്നെ സഞ്ചരിക്കുന്നത് ഈ പഴയ 212 മോഡലിൽ ആണ് എന്നത് ആ രാജ്യത്തിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങളെ എത്രമാത്രം അവർ അഭിമുഖീകരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇതും അപകട സാധ്യതക്കുള്ള ഒരു കാര്യം മാത്രമാണ്. ഇതാണോ എന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ പോലും ഇതും ഒരു കാരണമായേക്കാം. ഇനി അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള, എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു കാര്യം, 3 ഹെലികോപ്റ്ററുകളിലായാണ് ഇറാൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സൗഹൃദ രാജ്യത്തിലെ അണക്കെട്ട് ഉദ്ഘാടനത്തിനായി പുറപ്പെട്ടത്. മടങ്ങിയതും ഇതേ 3 ഹെലികോപ്റ്ററുകളും ഒന്നിച്ച് തന്നെ. പക്ഷേ അപകടത്തിൽപ്പെട്ടത്, അതും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ അപകടത്തിൽപ്പെടുന്നത് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെ തന്ത്രപ്രധാന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 8 പേരോ 9 പേരോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെടുന്നത്. ഇതാണ് സംശയങ്ങൾ ഉയരുവാനുള്ള പ്രധാന കാരണമായി ഉയരുന്നത്. ഇത് ചെറിയ സംശയങ്ങൾക്കുള്ള കാരണമൊന്നുമല്ല. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏറ്റവും മികച്ച കഴിവ് എന്ന് പറയുന്നത് ആർക്കും സംശയം തോന്നാത്ത വിധം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അവർക്ക് കഴിയും എന്നതാണ്. ഇറാൻ്റെ അത്രമേൽ രഹസ്യ സ്വഭാവമുള്ള ആണവ കേന്ദ്രങ്ങളിൽ പോലും കടന്നു ചെന്നുകൊണ്ട് സ്ഫോടനം നടത്തിയ ചരിത്രമുണ്ട് മൊസാദിന്. നേരത്തെ സിറിയയിലെ ഇറാൻ എംബസി തകർത്തതും ഈ അടുത്തു തന്നെയാണ്. ഒരുപക്ഷെ ഇറാൻ്റെ ഓരോ നീക്കങ്ങളെയും സസൂക്ഷ്മം വിലയിരുത്തിയതിന് ശേഷം നടപ്പിലാക്കിയ ഒരു ആക്രമണം ആയിരിക്കാം, ആണ് എന്നല്ല ആയിരിക്കാം. ഇറാഖിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാൻ മിസൈൽ വിദഗ്ധനും സൈനിക മേധാവികളിൽ ഒരാളുമായിരുന്ന ഖസം സുലൈമാനി കൊല്ലപ്പെടുന്നത് തന്നെ പൊടുന്നനെ പതിച്ച അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒരു സംയുക്ത ആക്രമണത്തിലൂടെയാണ്. അതുപോലെ തന്നെയാണോ ഇതെന്നും ന്യായമായും സംശയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്നത് ഇറാൻ പറയേണ്ടതാണെങ്കിൽ പോലും സംശയത്തിന് പ്രാഥമികമായ വകുപ്പുകളുണ്ട്. മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്ന ഫക്രിസാദയും മൊസാദിൻ്റെ സമാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. കൂടാതെ 1/2 ഡസനോളം ശാസ്ത്രജ്ഞരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ പലതരത്തിലുള്ള ഭീതികളുടെയും മുൾമുനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രയേലിൻ്റെ ഈ വാക്കുകളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഈ വിഷയത്തിൽ മനസ്സ് തുറക്കേണ്ടത് ഇറാൻ തന്നെയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ കറുത്ത കരങ്ങൾ ഇതിന് പിറകിലുണ്ടെന്ന് ഇറാൻ സംശയം പ്രകടിപ്പിച്ചാൽ പിന്നീട് എന്താണ് നടക്കുക എന്നത് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. അത്രമേൽ ഭീകരമായിരിക്കും ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതിവിധി. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. waytonikah.com, the exclusive Muslim matrimonial site.